ഇപ്പോൾ ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എയറിൽ അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും എയറിൽ നിൽക്കുകയാണ്. ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അത് എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മീനു ഞാൻ ഒരു കാര്യം ചോദിക്കും, എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാമോ, ഞാനത് വേണ്ടത് കൈകാര്യം. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത് സത്യം. അയ്യോ ഞാൻ പീഡിപ്പിക്കില്ല സാർ. ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് മുകേഷ്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, നീ ആർക്കും കൊടുക്കണ്ടേ, മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കല്ലേ, വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട. അയ്യേ എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കൺട്രിമാൻ ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. ബഹളം ഉണ്ടാക്കരുത് പ്ലീസ്, അപ്പുറത്ത് അവരൊക്കെ ഉണ്ട്. അവരൊക്കെ കേൾക്കട്ടെ, സത്യം എന്താണെന്ന് അവരറിയട്ടെ. നിങ്ങൾ ചെയ്ത വൃത്തിയുടെകളൊക്കെ ഇവിടെ എല്ലാവരും അറിയട്ടെ. മുകേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാ, ആഹാ ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ അമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ. ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ. ഇപ്പൊ എന്റെ കാര്യം നോക്ക്, സമാജം പ്രസിഡന്റ് ആയിട്ട് വിലസുമല്ലേ. കമ്മിറ്റിയിൽ മൊത്തം 4 ആണുങ്ങളും 8 പെണ്ണുങ്ങളുമാ. എപ്പോഴും മീറ്റിംഗ് ആടേ, ഞാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. കലണ്ടർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ മണിയമ്പള രാജചേട്ടന്റെ ഭാര്യയായിട്ടാണ് അതിൽ അഭിനയിക്കാൻ പോയത്. ആ വണ്ടി ഓടിച്ച് ലൊക്കേഷനിലോട്ട് പോണു, ചോദിക്കുന്നു, പേരൊക്കെ ചോദിക്കുന്നു, ഹസ്ബൻഡ് എവിടെ, ഗൾഫിലാണ്. പതുക്കെ ട്രാക്കിലോട്ട് കയറുന്നു. അല്ല മിനു, ഈ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ തനിയെ ജീവിക്കും, എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പൊ വെരി നാച്ചുറൽ. വിദേശത്ത് ഭർത്താവുള്ള ഏതൊരു സ്ത്രീയെയും നാട്ടിലുള്ള ചില കുരുട്ട് കിളവന്മാർ ഇതുപോലെ സ്വപ്നം കാണും. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി വരും, മിനു ഡോർ തുറന്നിട്ടേക്കണം. ഞാൻ നോ ഇതിനെ പറ്റില്ല, അയ്യോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ഐ ഡിഡ്ന്റ് മൈൻഡ് അറ്റ് ഓൾ. ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു. എന്നെ ഫോൺ അതായാലും വിളിക്കുള്ളൂ, ഫോൺ സൈലന്റ്. ഞാൻ അവിടെ കിടന്നുറങ്ങി. ഇപ്പത്തേക്കും കഥകെ വന്ന് മുട്ടി. മുട്ടുന്നുണ്ടായിരുന്നു, ഞാൻ തുറന്നില്ല, അവിടെ കടന്നുറങ്ങി. അപ്പൊ പിന്നെ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനോട് ഭയങ്കര ദേഷ്യം തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സാറിന് വെടിവെക്കാൻ അത്ര പൂതിയുണ്ടെങ്കിലേ അങ്ങ് വീട്ടിൽ പോയി വെടിവെക്ക് സാറേ.